Hello, welcome back to my YouTube channel. Today is day 2 of Munnar trip. രാവിലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. ട്രിപ്പ് പോകുമ്പോൾ ഞാനെപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നത് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടാവും അല്ലേ, നമുക്ക് ചൂസ് ചെയ്യാൻ അവിടെ ഒരുപാട് ചോയ്സസ് ഉണ്ടാവും. പിന്നെ എന്നും ഈ സെയിം കൈൻഡ് ഓഫ് ഫുഡിൽ നിന്നിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കുസീൻസ് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. അങ്ങനെ മൂന്നാറിലെ ചിൽഡ് മോർണിംഗ് വൈബ്സൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോഴാണ് ഇത്രയും ഭംഗി മൂന്നാറിനുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. നല്ല സ്വാദുള്ള ഭക്ഷണവും മൂന്നാറിലെ തണുപ്പും പ്ലസ് ചെറിയ ചൂടുള്ള സൂര്യപ്രകാശം കൂടി ആയപ്പോൾ ഇറ്റ് ഫെൽറ്റ് ഹെവൻലി. തലേദിവസം രാത്രി വന്നുകൊണ്ട് തന്നെ റിസോർട്ടിൻ്റെ ഭംഗി അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ വരികയാണെങ്കിൽ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ ഒരുപാട് സ്പേസസ് ഉണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് ഗെയിമിംഗ് ഏരിയയും കൂടെ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞാനും ആദ്യമായിട്ടും ബോൾ പൂളൊക്കെ കളിച്ചു. അങ്ങനെ സ്വിമ്മിംഗ് പൂൾ ഏരിയൻ്റെ അടുത്ത് എത്തിയപ്പം അവിടെ കുറച്ച് കുട്ടികൾ പൂളിൽ കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് വന്നു. ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒന്നുകൂടെ ഔട്ട്ഫിറ്റൊക്കെ ചെക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. സോ ഇനി ഞങ്ങൾ പോകുന്നത് മറയൂരിലേക്കാണ്. പോകും വഴി ഞങ്ങൾ കാന്തല്ലൂരും ഗ്യാപ്പ് റോഡും ഹോൾട്ട് ചെയ്തിട്ടാണ് പോയിരുന്നത്. അങ്ങനെ ഗ്യാപ്പ് റോഡ് എത്തിയപ്പോഴാണ് ഡബിൾ ഡക്കർ ബസ് ഞാൻ കാണുന്നത്. പിന്നെ അതൊക്കെ കുറച്ച് നേരം കൗതുകത്തോടെ നോക്കി നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പോകുമ്പോഴാണ് വൈ ഡോണ്ട് വി വിസിറ്റ് എ ടീ ഫാക്ടറി എന്ന ചിന്ത ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, തൊട്ടടുത്ത് ഏത് ടീ ഫാക്ടറിയാണ് ഉള്ളത് എന്ന് നോക്കി ഞങ്ങൾ അവിടേക്ക് വിട്ടു. ദിസ് ഈസ് ലോക്ക്ഹാർട്ട് ടീ ഫാക്ടറി. അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് പോകാനുള്ള ഒരു കൈ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗൈഡ്. സോ ഫാക്ടറി ടൂർ സ്റ്റാർട്ട്സ് ഹിയർ. അങ്ങനെ ഞങ്ങൾ ഫാക്ടറി വിസിറ്റിനായിട്ട് അകത്തേക്ക് പോയി. So after plucking the leaves from the tea plantation, the first process is withering, which means drying slightly. ഞങ്ങളുടെ ഗൈഡ് എല്ലാ പ്രോസസ്സും വളരെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഹിസ്റ്ററി പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. 1879, very oldest tea factory in Munnar. This tea factory manufacturing 3 types of tea. We are making black tea, green tea and white tea. Today we are making black tea. This is the tea leaf. പിന്നെ ബാക്കി പ്രോസസ്സായ റോളിങ്ങും ഓക്സിഡൈസിങ്ങും ഫെർമെൻറ്റിങ്ങും ദെൻ വീണ്ടും ഡ്രൈ ചെയ്യുന്നതും എല്ലാം ഞങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീ, അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം അവർ കാണിച്ചു തന്നു. എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് സോർട്ടിങ്ങും പാക്കിങ്ങും ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. സോ ഇറ്റ്സ് ടൈം ടു ടേസ്റ്റ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടീ. So too much polyphenol in this buds. This is without milk tea. This tea named orange pekoe. The without milk, this tea is called orange pekoe. I will tell them what is orange pekoe. This tea is also TFP. This is also black tea. This is also without milk. This is called TFP. With milk we have first quality. I will explain for that. അങ്ങനെ ടീ ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി സ്ട്രെയിറ്റ് ടു മറയൂർ, അവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. പോകുന്ന വഴി ഫോറസ്റ്റ് റൂട്ടായിരുന്നു. ഒരുപാട് ദൂരം ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ കാന്തല്ലൂരിലേക്ക് എത്തിയത്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ ദൂരം മുന്നോട്ട് നീങ്ങിയപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു കട കണ്ടത്. അവിടെ കയറി ചെന്നപ്പോൾ മാഗി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മാഗി ഓർഡർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. അങ്ങനെ കടയിലുള്ള ചേട്ടനോടും ചേച്ചിയോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ മറയൂരിലേക്ക് യാത്രയായി. ഞങ്ങൾ മറയൂരിലുള്ള മിനിസ്റ്റേഴ്സ് മാൻഷനിലാണ് റൂം ബുക്ക് ചെയ്തത്. നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ, എങ്ങനെയുണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ് വാസ് വർത്ത് എന്ന് തന്നെ പറയാം. വളരെ നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള റൂമായിരുന്നു. ആൻഡ് വിത്ത് എ സ്പേഷ്യസ് ബാത്റൂം. As I said, it's very spacious. പിന്നെ പുറത്തൊരു പൂള് വരുന്നുണ്ട്. ആ കാണുന്ന ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങളുടെ റൂം ഉണ്ടായിരുന്നത്.
പിന്നെ ഇത് റോഡിൽ നിന്ന് വളരെ അടുത്തായതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട്. രാത്രിയായപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഞാനും ആദ്യമായിട്ടും കൂടെ കോഫി കുടിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയി. സോക്സും ഷൂവും ജാക്കറ്റും എല്ലാം ഇട്ടിട്ടും എനിക്ക് നല്ലപോലെ തണുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്ര ആശ്വാസം കിട്ടിയത് നല്ല ചൂടുള്ള ബ്രെഡ് ഓംലെറ്റും കോഫിയും വന്നപ്പോഴാണ്. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ നല്ല കോടയുണ്ടായിരുന്നു. So this is all about day 2 of Munnar. Thanks for watching. Bye bye.